കൊച്ചുതോപ്പ് സ്വദേശി സാജൻ ജോസഫിന്റെ ഈ വീട് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം. വർഷങ്ങളുടെ അധ്വാനം രക്ഷപ്പെടണമെങ്കിൽ കടൽ കനിയണം, അല്ലെങ്കിൽ സർക്കാർ കാക്കണം. ഈ കാണുന്ന സ്ഥലത്താണ് അവർ കിടന്നുറങ്ങുന്നത്. അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ മഴ നനഞ്ഞ അവസ്ഥയിലാണ്. കൊച്ചുതോപ്പിലും വെട്ടുകാടും ശംഖുമുഖത്തും ഇതുപോലെ അപകടാവസ്ഥയിലായ ഒട്ടേറെ വീടുകളുണ്ട്. കടൽ ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ ഇവർക്ക് സുരക്ഷിതത്വമുള്ളൂ. ഏതാണ്ട് 100 മീറ്റർ ഭാഗത്ത് മാത്രം കല്ലടിക്കിയാൽ മതി. അവിടെ വരെ ഉണ്ട്. ഏതാണ്ട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം വരെ കല്ല് നേരത്തെ അടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ വീടുകളെല്ലാം സുരക്ഷിതമാണ്. കല്ലിടാൻ വന്നതിന് ശേഷം പിന്നെ ഈ ഇറ്റാച്ച് കംപ്ലൈൻ്റ് ആയി പോയി. അതിപ്പോൾ ഇന്ന് രാവിലെ വന്ന് ശരിയാക്കിയതിന് ശേഷം വീണ്ടും കല്ലിടാക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വളരെ ദുരന്തമായിട്ടാണ് കഴിയുന്നത്. കൊച്ചിയിൽ രാത്രി മുതൽ തുടങ്ങിയ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇടപ്പള്ളി ടോൾ, എറണാകുളം സൗത്ത്, തേവര തുടങ്ങിയ ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിലവിൽ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ മഴയും കാറ്റും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇനിയും മഴ കനത്താൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കോട്ടയത്തും മഴ ദുരിതമായി. ചുങ്കത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ എല്ലാ താലൂക്കുകളിലും മഴ ലഭിച്ചു തുടങ്ങിയിരുന്നു. ചുങ്കത്ത് വൻ വാഗമരം കടപുഴകിയതിൽ കോയിക്കൽ ജോണിന്റെ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. നിലവിൽ ഈ മരം നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കോട്ടയത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അടുത്ത ദിവസങ്ങളിലും മഴ കനക്കാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തും മലയോര മേഖലയിലും ജാഗ്രത വേണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.